ഇറാൻ-US യുദ്ധം എന്ന് അവസാനിക്കുമെന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളവേ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാലാവധി തീരും വരെ സംഘർഷം നീട്ടിക്കൊണ്ടു പോകുമെന്ന ഇറാന്റെ ഭീഷണി പുതിയ വഴിത്തിരിവാവുകയാണ്. സംഘർഷം നീട്ടിക്കൊണ്ടുപോയി ശത്രുവിനെ തളർത്തുന്നതിലൂടെ ഭാവിയിലുണ്ടാകുന്ന ആക്രമണങ്ങളെ തടയാൻ കഴിയുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ചൂണ്ടിക്കാട്ടുന്നു. ഇറാന്റെ ഈ തന്ത്രം വിജയം കാണുമോ? വിവരങ്ങൾ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. പശ്ചിമേഷ്യയിലെ യുദ്ധം എപ്പോൾ അവസാനിക്കണമെന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മാത്രം തീരുമാനിച്ചാൽ പോരാ എന്ന കർശന നിലപാടാണ് ഇറാന്റേത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഔദ്യോഗിക കാലാവധി അവസാനിക്കുന്നതുവരെ സംഘർഷം നീട്ടിക്കൊണ്ടുപോകാൻ തങ്ങൾ തയ്യാറാണെന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. 2029 ജനുവരി 20-നാണ് ട്രംപിന്റെ കാലാവധി അവസാനിക്കുക. ഇത് കേവലം ഒരു യുദ്ധമല്ല, മറിച്ച് ട്രംപിന്റെ രാഷ്ട്രീയ ആയുസ് ക്ഷയിപ്പിക്കാനും അമേരിക്കയ്ക്ക് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കാനുമുള്ള ഇറാന്റെ കൃത്യമായ കണക്കുകൂട്ടലാണെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുതിർന്ന ഉപദേശകൻ മുഹമ്മദ് റസ നഖ്തി ഉൾപ്പെടെയുള്ള പ്രമുഖർ വ്യക്തമാക്കി. അമേരിക്കയുമായും ഇസ്രായേലുമായും മാസങ്ങളായി തുടർന്ന സൈനിക ഏറ്റുമുട്ടലുകളിൽ നിന്ന് പെട്ടെന്നൊരു പിന്മാറ്റത്തിന് ഇറാൻ ഒരുക്കമല്ല. അമേരിക്കയിൽ ഭരണം മാറുന്നതുവരെ യുദ്ധം ദീർഘിപ്പിക്കുന്നത് വഴി ശത്രുക്കളെ സൈനികമായും സാമ്പത്തികമായും തളർത്തുക എന്നതാണ് തെഹ്റാന്റെ ലക്ഷ്യം. വരും വർഷങ്ങളിൽ തങ്ങളെ ആക്രമിക്കാൻ മുതിരുന്ന ഏതൊരു ശക്തിക്കും ഇത് കനത്ത മുന്നറിയിപ്പായിരിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. നിലവിൽ യുദ്ധത്തിൽ ഇറാനാണ് മുന്നിൽ. എന്നാൽ അന്തിമ ലക്ഷ്യത്തിലെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നും നഖ്തി പറഞ്ഞു. ജൂൺ മാസത്തിൽ ഒപ്പുവെച്ച താൽക്കാലിക സമാധാന കരാർ പരാജയപ്പെട്ടതും തുടർന്ന് ട്രംപ് അത് റദ്ദാക്കിയതുമാണ് സ്ഥിതി വഷളാക്കിയത്. ട്രംപ് ഭരണകൂടവുമായി ഇനി യാതൊരുവിധ നേരിട്ടുള്ള ചർച്ചകൾക്കുമില്ലെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറുടെ ഉപദേശകൻ മജീദ് ഷാക്കേരി അടക്കമുള്ളവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുദ്ധം നീണ്ടുപോകുന്നത് അമേരിക്കയിൽ വിലക്കയറ്റത്തിനും ഇന്ധന പ്രതിസന്ധിക്കും കാരണമാകും. ഇത് ട്രംപിന്റെ ജനപ്രീതിയെ ബാധിക്കുമെന്നും US ഭരണകൂടത്തിന്മേൽ ആഭ്യന്തര സമ്മർദ്ദം ശക്തമാക്കുമെന്നും ഇറാൻ കരുതുന്നു. ട്രംപ് ഭരണകൂടം ഇറാനെതിരെ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും നാവിക ഉപരോധവുമാണ് ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ പ്രധാന കാരണം. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കണമെന്നാണ് US-ന്റെ ആവശ്യം. എന്നാൽ തങ്ങളുടെ തുറമുഖങ്ങൾക്ക് മേലുള്ള ഉപരോധം നീക്കാതെയും മരവിപ്പിച്ച ഫണ്ടുകൾ വിട്ടു നൽകാതെയും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇറാൻ വാശി പിടിക്കുന്നുണ്ട്. ആഗോള ഇന്ധന ഇറക്കുമതിയുടെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു. മാസങ്ങളായി തുടർന്ന യുദ്ധം മൂലം അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ആയുധ ശേഖരത്തിൽ കാര്യമായ കുറവുണ്ടാകുന്നുണ്ട്. എന്നാൽ തങ്ങൾക്ക് വർഷങ്ങളോളം യുദ്ധം ചെയ്യാനുള്ള മിസൈൽ ശേഖരം ഉണ്ടെന്നാണ് ഇറാന്റെ അവകാശവാദം. റഷ്യയുമായി ഇറാൻ രഹസ്യമായി നടത്തുന്ന ആയുധ ഇടപാടുകൾ പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. മിസൈലുകൾ തീർന്നാൽ പോലും ലോകമെമ്പാടുമുള്ള അമേരിക്കയുടെ സാമ്പത്തിക താൽപര്യങ്ങളെയും കേന്ദ്രങ്ങളെയും തകർക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നും ഇറാൻ ഭീഷണി മുഴക്കുന്നുണ്ട്. തങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞുവെന്നും ഇറാൻ പൂർണ്ണമായും തകർച്ചയുടെ വക്കിലാണെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ഈ വാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുന്നതാണ് ഇറാന്റെ പുതിയ തന്ത്രം. നിലവിലെ പോരാട്ടത്തിൽ നിന്ന് ഇറാൻ ഏറെ കാര്യങ്ങൾ പഠിച്ചു. കരുതിയതിനേക്കാൾ ദുർബലമാണ് US സൈന്യമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് നഖ്തി പറയുന്നു. ഇറാൻ നിലവിൽ കൂടുതൽ മിസൈലുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ മിസൈൽ ശേഖരം തീർന്നു പോയാൽ ഇറാൻ ഇതിലും വലിയ ഭീഷണി ഉയർത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.